യേശു മലയിലേക്ക് കയറി. അവൻ എഴുതുമ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പെടുന്നേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സുവിശേഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷത്തിലെ രണ്ടാമത്തെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. ഇന്ന് നിങ്ങൾ ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ്. ചിലപ്പോൾ ആകെ ഒരു അവധി കിട്ടുന്ന ഞായറാഴ്ചയായിരിക്കും. എങ്കിൽ നിങ്ങളിങ്ങനെ വന്നല്ല ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ക്യാമറ വെച്ചാൽ അതെങ്ങനെയുണ്ട്? ഈ ക്യാമറയിൽ കൂടെ ആ ക്യാമറ ആരും വെച്ചാൽ ആളുകളെല്ലാം കാണുന്നവർ ദൈവത്തിന്റെ കണ്ണുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നവിടെ ആരായിരുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എന്ത് ചെയ്യുന്നു? ഇന്ന് ദൈവം നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തേടുകയാണ്, ദൈവസന്നിധിയിൽ പോയിരിക്കുകയാണ്. ദൈവം എന്താണ് നമ്മളോട് പറയുന്നത്? ഇന്ന് ആദ്യത്തെ 2 വായനകളിൽ നമ്മൾ വായിച്ചു കേട്ടതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൊന്നാമത് ഹൃദയശുദ്ധിയോടെ എളിമയോടെ ദൈവസന്നിധിയിലേക്ക് വരാനാണ് നമ്മൾ വായിച്ചു കേട്ടത്. പഴയ ദൈവഭാഗത്ത് കേൾക്കുന്ന ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്വരം, സുവിശേഷം ഈശോയുടെ സ്വരം. നമ്മൾ പ്രത്യേകിച്ച് രണ്ടാമത്തെ വായനയിൽ ദിവസമൊക്കെ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്. 1 കൊറിന്തോസ് 1:26 മുതലുള്ള വചനങ്ങൾ നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിയെപ്പറ്റി ശ്രദ്ധിക്കുകയും, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിയെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ലഭിച്ചിരുന്ന വെളി എന്താണ്? നമുക്കൊരു വിളി വന്നു. ഉദാഹരണത്തിന് നമുക്കൊരു വിളി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഇന്റർവ്യൂവിന് വിളി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിളി ലഭിച്ചു. ഇനി അതുകൊണ്ടാണ് നമ്മളെ ആരെങ്കിലും രാജ്യത്തേക്ക് വിളിച്ചു, അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷം. വീട്ടിൽ ഒരാൾ വിളിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന വിളിയെപ്പറ്റി ചിന്തിക്കും. ആ വിളി എന്താണ്? മാമോദീസ വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന വിളി സ്വർഗത്തിലേക്കുള്ള വിളിയാണ്. സ്വർഗത്തിലേക്കുള്ള വിളിയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അടുത്ത വചനം പറയുന്നത് പൗലോസ്ലീഹ, ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ നീങ്ങുന്നില്ല. നമ്മളോട് ഇരിക്കുന്ന എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എല്ലാവരും എടുത്ത് നമുക്ക് ലൗകിക മാനദണ്ഡം അനുസരിച്ച് വലിയ ബുദ്ധിമാന്മാരോ വലിയ കഴിവുള്ളവരൊന്നും നമ്മൾ അല്ലേ? എന്നാൽ ദൈവത്തിന്റെ ശക്തി ദൈവം ബലഹീനരായ വ്യക്തികളോട് പ്രകടിപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാരെടുത്താൽ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. വെറുതെ മുക്കുവനായ പത്രോസിനെയും അതുപോലെ തന്നെ അന്ത്രയോസിനെയൊക്കെയാണ് കർത്താവ് വിളിച്ചത്. എന്നിട്ട് അവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. വചനം പറയുകയാണ്, ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകസൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയും നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയാൽ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്? വചനം പറയുന്നത് ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതെ